തൊഴിലാളി ക്ഷാമവും ഉൽപ്പന്നങ്ങളുടെ വിലവർധനയും കാരണം പ്രതിസന്ധിയിലാണ് വടക്കൻ കേരളത്തിലെ നിർമ്മാണ മേഖല. പലയിടത്തും നിർമ്മാണ പ്രവൃത്തികളൊക്കെ നിലയ്ക്കുന്ന അവസ്ഥയാണ്. കൂടിയ വിലയ്ക്കും ഉൽപ്പന്നങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. SIR തെരഞ്ഞെടുപ്പ് ഇങ്ങനെയാണ് കേരളത്തിലുള്ള നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ അവരവരുടെ നാട്ടിലേക്ക് മടങ്ങിയത്. ബഹുഭൂരിപക്ഷവും തിരിച്ചെത്തിയില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ, കോൺക്രീറ്റ് വരുന്ന തൊഴിലാളികളുണ്ട്. അവർ ഇപ്പോൾ കുറച്ചായിട്ട് കുറേ ആളുകൾ നാട്ടിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോൺക്രീറ്റൊക്കെ ഒരുപാട് നേരം പോയിട്ടുണ്ട്. ആണിപ്പം പ്രതിസന്ധി ഒന്നായി കാണുന്നത്. മൊത്തത്തിൽ ബിൽഡിംഗ് നിർമ്മാണത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഉള്ളവരാകട്ടെ കൂലി കൂട്ടിച്ചോദിക്കുന്നതും പ്രതിസന്ധിയാണ്. തൊഴിലാളികളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാലം വരെ കാണാത്തൊരവസ്ഥയാണത്. കാരണം 10-15 വർഷം ഇലക്ഷനിൽ പോകാത്ത അന്യദേശ തൊഴിലാളികൾ കൂട്ടത്തോടെ ഇപ്പം മൊത്തത്തിൽ പോയതിനെ കൊണ്ട് ഇവിടെ നിലവിലുള്ളവരിപ്പോൾ നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയാണ് കരാറെ. കാരണം 900-1000 വാങ്ങിച്ചിരുന്നവർ ഇപ്പോൾ 25% 1200 വേണം, 1300 വേണമെന്ന് പറഞ്ഞിട്ട് കരാറുകാർ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലുള്ള പണിക്കാരൻ ടാറിംഗ് പ്രവൃത്തികൾക്കൊക്കെ ബംഗാളിലെ പണിക്കാരാണ് കൂടുതലുണ്ടായിരുന്നത്. ഇവർ പോയതിന് ശേഷം ടാറിംഗ് പ്രവൃത്തികളൊന്നും നടക്കുന്നില്ല. ഇനിയിപ്പോൾ ഏറി വന്നാൽ മെയ് ലാസ്റ്റ് ആകുമ്പോഴേക്കിന് മഴക്കാലം വന്നു കഴിഞ്ഞാൽ ആ പ്രവൃത്തികളൊക്കെ നിൽച്ചു പോകുന്നൊരവസ്ഥയിലാണുള്ളത്. ഇങ്ങനെ ഒരു വിധത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് വൻ വില വർധന എത്തിയത്. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കൾക്കും വില വർദ്ധിച്ചു. ക്ഷാമവും നേരിടുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം നിർമ്മാണ മേഖല ബുദ്ധിമുട്ടിലായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എല്ലാവിധ നിർമ്മാണ സാമഗ്രികൾക്കും 40 മുതൽ 60% വരെ കൂടിയിരിക്കുകയാണ്. സിമൻ്റ് ആയാലും കൂടി, കമ്പി ആയാലും കൂടി, ഈ ഷീറ്റുകളുണ്ട് ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ, അതിന് എത്രയോ നമുക്ക് ഇന്ന് പറയുന്ന റേറ്റല്ല നാളെ പറയുന്നത്. അതുകൊണ്ട് വർക്ക് ചെയ്യണോ കൊട്ടേഷൻ കൊടുക്കണോ എന്ന് പോലും അറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. ഇനി 15-ാം തീയതിക്ക് ശേഷം വീണ്ടും വലിയ വിലക്കയറ്റം ഉണ്ടാവുമെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. പുതിയ റേറ്റ് പുതുക്കി പരിഷ്കരിച്ച് നടപ്പിലാക്കിയില്ലെങ്കിൽ വലിയ നഷ്ടത്തിലേക്കാണ് ഗവൺമെൻറ് കരാറുകാരെ സംബന്ധിച്ചോളം പോകുന്നത്. തൊഴിലാളി ക്ഷാമത്തെ തുടർന്ന് പ്രതിസന്ധിയിലായിരുന്നു നിർമ്മാണ മേഖല. ഇരുട്ടടിയായാണ് വൻ വിലവർധനയും എത്തിയത്. ഒച്ചിന്റെ വേഗത്തിലായിരുന്ന നിർമ്മാണ പ്രവൃത്തികൾ സ്തംഭനാവസ്ഥയിലേക്ക് എത്തുന്നതാണ് നിലവിലെ സ്ഥിതി. വീഡിയോ ജേർണലിസ്റ്റ് ബബീഷ് കക്കോടിക്കൊപ്പം ഷബീർ ഒമർ, ബിഗ് TV ജേർണലിസ്റ്റ്, കോഴിക്കോട്.